ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എക്സാം പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞുള്ള ലൈഫിനെ കുറിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ ദുരന്തമേ ഉണ്ടാവില്ല. MBBS എന്ന കോഴ്സിനെ കുറിച്ചും അത് കഴിഞ്ഞുള്ള ലൈഫിനെ കുറിച്ചും ശരിക്കൊരു അവയർനെസ്സിന് കുറവുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ വർഷം തോന്നിയായിരുന്നു. ബട്ട് ഇതിനെക്കുറിച്ച് തന്നെ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസും 100 കണക്കിന് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഇറങ്ങി അതിൽ കുറേയൊക്കെ വൈറലാകുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ഏറ്റവും പീക്ക്. ഇനി അങ്ങോട്ട് എക്സാം എഴുതുന്ന പിള്ളേരുടെ എണ്ണം പതുക്കെ കുറഞ്ഞു വരുമായിരിക്കും. എനിക്കറിയാം ഇതിലൊരു പകുതി കുട്ടികളും ചുമ്മാ എന്താണ് ഈ എക്സാം എന്ന് അറിയാൻ വേണ്ടി എഴുതി നോക്കിയതായിരിക്കും. പക്ഷെ അങ്ങനെ വെച്ചാൽ പോലും ബാക്കി 10 ലക്ഷത്തിലധികം പിള്ളേർ സീരിയസ് ആയിട്ട് ഈ എക്സാം എഴുതിയവരുണ്ട്. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും സീനിയേഴ്സിനെയൊക്കെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ വർഷം ഇത്രയും പേര് എക്സാം എഴുതിയെന്ന് കേട്ടപ്പോൾ കുറച്ച് പേരൊക്കെ ഞെട്ടി, പക്ഷെ കൂടുതൽ പേരും ചിരിക്കുകയാണ് ചെയ്തത്. ഒരുതരം സഹതാപച്ചിരി. ഓക്കെ, നിങ്ങളാരും MBBS എടുക്കരുതെന്ന് പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഞാനിപ്പോൾ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്ന ഈ സീനിയേഴ്സ് എല്ലാം ഇന്ന് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. എൻ്റെ കാര്യം എടുത്താലും MBBS എന്നുള്ള ഡിഗ്രി എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. സോ ഡോക്ടർ ഒരു നല്ല പ്രൊഫഷനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ MBBS ഇസ് നോട്ട് ഫോർ എവ്രി വൺ. അതിത്ര ഷുവറായിട്ട് ഞാൻ പറയാൻ റീസൺ ഉണ്ട്, അതിനെനിക്ക് പ്രൂഫും ഉണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ചെയ്ത ഒരു സർവേയുടെ റിസൾട്ട് ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിനുശേഷം ഡോക്ടർ എന്ന പ്രൊഫഷൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നുള്ളൊരു കാര്യം, നിങ്ങളുടെ മെഡിക്കൽ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിൻ്റെ പോലെ ആകത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് ശരിക്കും ഡോക്ടർ എന്ന പ്രൊഫഷൻ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആൻഡ് MBBS അല്ലാത്ത മറ്റ് മെഡിക്കൽ കോഴ്സുകളുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ആകുമെന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മെഡിക്കൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. സോ നിങ്ങളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നീറ്റ് ആസ്പിറൻറ്റിൻ്റെ പേരൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. യൂഷ്വലി എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ആവശ്യമുള്ളത് മാത്രം കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് ഭാഗം മാത്രം കണ്ടുപോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായൊരു പിക്ചർ ആയിരിക്കും കിട്ടുക. സോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഇയർ നീറ്റ് എക്സാമിന് 21 ലക്ഷം കുട്ടികൾ രജിസ്റ്റർ ചെയ്തെന്ന് കേട്ടപ്പോഴേ എന്തോ ഒരു പന്തികേട് തോന്നിയായിരുന്നു. ബട്ട് അതെനിക്ക് മാത്രം തോന്നുന്നതാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു 25 to 35 ഏജ് ഗ്രൂപ്പിലുള്ള ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ചെറിയൊരു സർവേ പോലെ ചെയ്ത് നോക്കി. അതിലെനിക്കൊരു 114 ഡോക്ടേഴ്സിന് റെസ്പോൺസ് കിട്ടി. അതിലും കൂടുതൽ ആൾക്കാരുടെ ഡാറ്റ എടുക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ആ സമയത്താണ് ഡോക്ടർ വന്ദനയുടെ മരണമൊക്കെ സംഭവിക്കുന്നത്. അപ്പം അതിനുശേഷം എനിക്ക് ആ സർവേ കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ചെയ്തായിരുന്നെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും എല്ലാവരുടെ അടുത്തൊന്നും കിട്ടുക. സോ ആ ഒരു ഇൻസിഡൻറ്റിന് മുമ്പായിട്ട് കിട്ടിയ ഡാറ്റയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ 114 ഡോക്ടേഴ്സിൽ മെജോറിറ്റി ആൾക്കാരും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് MBBS കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പേര് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ MBBS കംപ്ലീറ്റ് ചെയ്ത് PG ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഓവറോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ റെസ്പോൺസ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പഠിച്ചത് പ്രൈവറ്റ് കോളേജിലാണോ അതോ ഗവൺമെൻറ് കോളേജിലാണോ എന്നുള്ള ആ ഒരു ബേസിസിലൊന്നും റെസ്പോൺസിൽ ഒരു ഡിഫറൻസും എനിക്ക് കാണാൻ പറ്റിയില്ല. ഈ 114 ഡോക്ടേഴ്സിലെ 35% പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരുന്നു. ബാക്കി ഒരു 20% ഹൗസ് സർജൻസും 15% പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നവരും ഒരു 12% ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു. ബാക്കിയുള്ളവരിൽ കുറച്ച് പേരൊക്കെ അബ്രോഡ് വർക്ക് ചെയ്യുന്നവരാണ്, കുറച്ച് പേര് PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ പല ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ആദ്യം ഞാൻ അവരോട് ചോദിച്ചത് മെഡിക്കൽ കോളേജ് ലൈഫ് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള. അപ്പം അതിൽ 87% ആൾക്കാരും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ബാക്കി 13% ആൾക്കാർക്ക് അത്ര നല്ല അഭിപ്രായമല്ല. ഇത് ഏത് കോളേജിലും ഏത് കോഴ്സ് എടുത്ത് നോക്കിയാലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നതെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഈസ് ഫൈൻ. പിന്നെ ചോദിച്ചത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അവർ എന്തുകൊണ്ടാണ് MBBS സെലക്ട് ചെയ്തതെന്നുള്ളത്. അതിൽ 47% ആൾക്കാരും അവരുടെ സ്വന്തം ഡ്രീം ആയതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്, വിച്ച് ഇസ് ഗുഡ്. ബാക്കി ഒരു 17% പേരൻസിൻ്റെ ഡ്രീം കാരണം ചൂസ് ചെയ്തവരുണ്ട്. ഒരു 15% ആൾക്കാർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി MBBS സെലക്ട് ചെയ്തവരുണ്ട്. പിന്നെ കുറച്ച് മണ്ടന്മാർ മാത്സ് ഇനി പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് MBBS സെലക്ട് ചെയ്തവരുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, ഈ 114 പേരിൽ ഒരു 10 പേരെങ്കിലും ഈ ഒരു റീസൺ കൊണ്ടും MBBS സെലക്ട് ചെയ്തതുകൊണ്ട്. നിങ്ങളും ആ ഒരു റീസൺ കാരണം MBBS കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വേർ ദേ ഗെറ്റിംഗ് പെയ്ഡ് ഫെയർലി. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് അതിൽ 92% ആൾക്കാരും നോ എന്നാണ് പറഞ്ഞത്. എഗെയിൻ ഏത് ഫീൽഡിലുള്ള ജോലിയാണെങ്കിലും ഇനിഷ്യൽ ഒരു 10 വർഷത്തേക്ക് പേയ്മെൻറ്റ് നോക്കുമ്പോൾ ചിലപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും റെസ്പോൺസ് വരുന്നത്. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്. ഞാൻ കുറച്ച് കാലം ഒരു ഓഫീസിൽ വർക്ക് ചെയ്തായിരുന്നു. അവിടെ 8 to 12 hours ഒക്കെ വർക്ക് ടൈം പോയിട്ടുണ്ട്.
പക്ഷേ അവിടുത്തെ ഒരു 12 hour വർക്ക് ടൈമും ഞാൻ ഡോക്ടറായിട്ട് ഒരു 12 hour വർക്ക് ചെയ്യുന്നതും തമ്മിൽ ഒരു കമ്പാരിസണും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള റെസ്പോൺസിബിലിറ്റിയും സ്ട്രെസ് ലെവൽ എന്നൊക്കെ പറയുന്നത് മറ്റ് ജോലികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഡോക്ടേഴ്സൊക്കെ അനുഭവിക്കുന്ന സ്ട്രെസ് വെച്ച് നോക്കുമ്പോൾ ദേ ആർ സിവിയർലി അണ്ടർ പെയ്ഡ്. ഈ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു: ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ജോബ്? അതിൽ 51% ആൾക്കാരും പറഞ്ഞത് നോ എന്നാണ്. എഗെയിൻ ഇത് കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് അവരുടെ സാലറിയും അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ആകുമ്പം ഈ സാറ്റിസ്ഫാക്ഷനും കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരിൽ പകുതി പേരും അവരുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ്റെ റെസ്പോൺസ് ആണ് എന്നെയും ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ചത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ വാസ്: ഇഫ് യു കുഡ് ഗോ ബാക്ക് ഇൻ ടൈം വിൽ യു സ്റ്റിൽ ചൂസ് MBBS? അതിൻ്റെ റെസ്പോൺസിൽ 48% ആൾക്കാരും പറഞ്ഞത് നോ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഇവരിൽ 48% ആൾക്കാർക്കും MBBS ചൂസ് ചെയ്തതിൽ ചെറിയ റിഗ്രറ്റ് ഉണ്ടെന്നാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഈ റിസൾട്ട് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ 50% ഡോക്ടേഴ്സും റിഗ്രറ്റ് അടിച്ചിരിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് 114 ഡോക്ടേഴ്സിൻ്റെ കണക്കാണ്. അതും ഇവരെല്ലാം യങ് ഡോക്ടേഴ്സാണ്, ഒരു 35 ഇയേഴ്സ് താഴെയുള്ളവരാണ്. അവരുടെ മെഡിക്കൽ കരിയറിലെ ഏറ്റവും കൂടുതൽ വർക്ക് ലോഡും ഏറ്റവും സ്ട്രെസ്സും അനുഭവിക്കുന്ന ഒരു ഫേസിൽ കൂടെ പോകുന്ന ആൾക്കാരായിരുന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് PG കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഈ സർവേയിൽ റിഗ്രറ്റ് ഒന്നും ഇല്ല എന്ന് ആൻസർ ചെയ്ത എൻ്റെ കുറച്ച് സീനിയേഴ്സിനെയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ച് സംസാരിച്ചത്. അപ്പം അവരോടും ഞാൻ ഈ എൻ്റെ സർവേയുടെ റിസൾട്ടൊക്കെ ഷെയർ ചെയ്തു. അവർക്കും ഈ പറഞ്ഞ 50% എന്നൊക്കെ കേട്ടിട്ട് അവർക്കും പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല. കാരണം അവരുടെ ബാച്ചിലെയും അവരുടെ ജൂനിയേഴ്സിനെയും സീനിയേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇതുപോലെ റിഗ്രറ്റ് അടിച്ച് നടക്കുന്ന കുറേ ഡോക്ടേഴ്സിനെ അവരും കണ്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, ഈ സർവേയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ ആ റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ള ആ ക്വസ്റ്റ്യന് ഒരു 50% എന്നുള്ള ആ റേഷ്യോ ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോയത്. ആദ്യം ഒരു 10 പേര് വോട്ട് ചെയ്തപ്പോഴും അത് ഏകദേശം 50-50 എന്നായിരുന്നു. ഒരു 50 പേരായപ്പോഴും അത് 50-50 തന്നെയായിരുന്നു. 100 പേരായപ്പോഴും ആ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. എന്ന് പറയുമ്പം ഒരാൾ അവരെടുത്ത ചോയ്സിൽ ഹാപ്പി ആണെന്ന് വോട്ട് ചെയ്യുമ്പം തൊട്ടടുത്ത വോട്ട് റിഗ്രറ്റ് ഉണ്ടെന്നുള്ളതായിരുന്നു. ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താണ് പോയത്. സോ കൂടുതൽ പേരുടെ ഡാറ്റ എടുത്ത് പോയായിരുന്നെങ്കിലും ഇതുപോലൊരു സിവിയർ റിസൾട്ട് തന്നെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. 50% ഇല്ലെങ്കിലും ഒരു 25%, അതായത് 1 in 4 ഡോക്ടേഴ്സ് റിഗ്രറ്റ് ദെയർ ചോയ്സ് എന്ന് പറയുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ മേ ബി റോങ്, ബട്ട് സിമിലർ ആയിട്ടുള്ള സർവേകൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴും അതിൻ്റെയൊക്കെ റിസൾട്ട് ഒരു 25% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരോ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് തന്നെയായിരുന്നു. എൻ്റെ ഈ സർവേയിലെ PG ഡോക്ടേഴ്സിൻ്റെ മാത്രം കാര്യം ഞാൻ എടുത്തൊന്ന് പരിശോധിച്ചു. അപ്പം അവരിലും 45% ആൾക്കാരും ഇനിയൊരു ചാൻസും കൂടെ കിട്ടിയ MBBS ചൂസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ദിസ് നമ്പർ ഇസ് വെരി സിഗ്നിഫിക്കൻറ്റ്. കാരണം PG കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കടമ്പയാണ്. MBBSും കംപ്ലീറ്റ് ചെയ്ത് നീറ്റ് UGനെക്കാട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മറ്റൊരു എൻട്രൻസ് എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ടാണ് PGയിലോട്ട് എത്തുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് അത്രത്തോളം ആഗ്രഹിച്ചിട്ടാണ് PGയിലോട്ട് എത്തുന്നത്. ഇങ്ങനെ കഷ്ടപ്പെട്ട് PG ലെവൽ വരെ എത്തിയിട്ടും ഇത്രയധികം ആൾക്കാർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ വലിയൊരു പോരായ്മയാണ് കാണിച്ചു തരുന്നത്. അത്രത്തോളം അവർ ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, അത്രത്തോളം അവർ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഉയർന്നൊരു നമ്പർ ഇതിൽ കാണാൻ പറ്റിയത്. ഒരു കാര്യം കൂടെ ഞാൻ പരിശോധിച്ചു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഈ 114 പേരിൽ 47% ആൾക്കാരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് MBBS ചൂസ് ചെയ്തത്. അവരുടെ റെസ്പോൺസ് എന്താണെന്ന് നോക്കി. അവരിൽ 33% ആൾക്കാർക്കും അവർ എടുത്ത ഡിസിഷനിൽ ഇപ്പം ചെറിയ റിഗ്രറ്റ് ഉണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഒരുപാടൊന്നും ടെൻഷൻ ആകണ്ട. എൻ്റെ ഈ സർവേ റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു 30-35 വയസ്സ് വരെ നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ റെഡി ആയിട്ട് മാത്രമേ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് എത്രത്തോളം ഈ സബ്ജക്റ്റിനോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കാലം നല്ല രീതിയിൽ കഷ്ടപ്പാടായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഈ MBBS എന്നുള്ള പാത്ത് സെലക്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ പേരൻസിൻ്റെ ആഗ്രഹപ്രകാരമോ അല്ലെങ്കിൽ മാത്സ് പഠിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഇങ്ങനത്തെ റീസൺസ് ഒന്നും കാരണം എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സേ അല്ല MBBS. എന്തുകൊണ്ടാണ് ഈ സർവേ റിസൾട്ട് ഇത്ര എക്സ്ട്രീമായിട്ട് കിടക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ MBBSൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമുക്കിനി അത് നോക്കാം. ഡോക്ടർ എന്ന പ്രൊഫഷൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ ശരിക്കും പാടാണ്. ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ എൻ്റെ സീനിയേഴ്സിനോടും ചോദിച്ചായിരുന്നു. അപ്പോൾ അവരാരും ഒരു ക്ലിയർ ആയിട്ടൊരു ആൻസർ അവർക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെയൊന്നും ഇല്ലടാ എന്നാണ് കൂടുതൽ പേര് എന്നോട് പറഞ്ഞത്. ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു, നമുക്ക് ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കൂടുതൽ കാര്യങ്ങൾ ഒരു ഗ്രേ ഏരിയയിലാണ്. ഒരു കോയിന് 2 സൈഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോ പോയിന്റ് ആലോചിക്കുമ്പോഴും അതിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് തന്നെ പറയാം. ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പം നിങ്ങൾക്ക് ബോറടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഓരോ ദിവസവും നിങ്ങൾ ഒരുപാട് പുതിയ പേഷ്യൻസിനെ കാണും. അവരെല്ലാം പുതിയ ചാലഞ്ചസ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. മിക്കവരും കോമൺ ആയിട്ടുള്ള അസുഖങ്ങളായിട്ടാണ് വരുന്നത്. ബട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല.
അപ്പം അതുപോലുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് റെയർ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യുമ്പം നമുക്കൊരു മിസ്റ്ററി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമല്ല. അതുപോലെ ഈ ഒരു ഫീൽഡിനോടും ഈ ഒരു സബ്ജക്റ്റിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതൊരു പോസിറ്റീവായിട്ട് തോന്നുള്ളൂ. ബട്ട് കമ്പയർഡ് ടു മോസ്റ്റ് അതർ ജോബ്സ് there is a high chance that every day will be different for you. രണ്ടാമത്തെ പോയിന്റും സിഗ്നിഫിക്കൻ്റ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് യു വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡൂയിങ് സംതിങ് മീനിങ്. ഇത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ വർക്ക് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഉള്ളിൽ തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ആസ് എ ഡോക്ടർ യു ആർ ഗോയിങ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ സംവൺസ് ലൈഫ്. അത് ചിലപ്പോൾ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്തിട്ടാകാം. ചിലരുടെയൊക്കെ കാര്യത്തിൽ അവർ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ പോലും അവർക്ക് ബാക്കിയുള്ള സമയം ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കാൻ പറ്റും. ഒരുപാട് പേരുടെ ലൈഫിലെ ലാസ്റ്റ് മൊമെന്റ്സിൽ കൂടെ ഉണ്ടാകുന്നത് ഡോക്ടേഴ്സും നേഴ്സസ് ഒക്കെയാണ്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നോൺ ക്ലിനിക്കൽ സൈഡിലുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ വർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ഇത് ഞാൻ ഫസ്റ്റ് പോസിറ്റീവായിട്ട് പറയാത്തതിന്റെ കാരണം ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമയം ഡോക്ടേഴ്സിന് കിട്ടാറില്ല, എസ്പെഷ്യലി യങ് ഡോക്ടേഴ്സ്. ഞാൻ ഇന്ന് കുറേ ആൾക്കാരെ സഹായിച്ചു എന്ന് ആലോചിച്ച് സന്തോഷിക്കാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ആർക്കും ഇനിഷ്യൽ ഇയേഴ്സിലൊന്നും കിട്ടത്തില്ല. അതാണ് സാഡ് റിയാലിറ്റി. മൂന്നാമത്തെ പോസിറ്റീവ്, ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് നിങ്ങൾക്ക് കാശ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാകത്തില്ല. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഭയങ്കര റിച്ച് ആവുമെന്നല്ല, ബട്ട് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളൊരു ലെവലിലോട്ട് നിങ്ങൾ എത്തും. ആ ഒരു ലെവലിലോട്ട് എത്താൻ കുറേ സമയം എടുക്കും. പിന്നെ എല്ലാവരും ആ ലെവലിൽ എത്തുമെന്ന് ഗ്യാരണ്ടിയും ഇല്ല. ബട്ട് ഓവറോൾ നിങ്ങൾ ഈ ഒരു ഫീൽഡിനോട് വളരെ പാഷനറ്റ് ആയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി ആ ലെവലിലോട്ട് എത്തും. പിന്നെ കുറച്ച് പോസിറ്റീവ്സ് ഉള്ളത്, നിങ്ങൾ MBBS കഴിഞ്ഞ് എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പം നിങ്ങൾ സർജിക്കൽ സൈഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എത്തുമ്പോൾ ഉറപ്പായിട്ടും ഒരു അഡ്രിനാലിൻ റഷ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് കിട്ടും. അത് കുറച്ച് പേർക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നും, കുറച്ച് പേർക്ക് അത്ര ഇഷ്ടം ഉണ്ടാകത്തില്ല. ആ ഒരു ത്രില്ല് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിരിക്കും. ബട്ട് അല്ലാത്തവരാണെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം അഡ്രിനാലിൻ റഷ് എന്നുള്ള സാധനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ ഉണ്ടാവും. സോ ദാറ്റ് മേ ബി എ പോസിറ്റീവ് ഓർ എ നെഗറ്റീവ്. ഇനിയിപ്പോൾ ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ പീഡിയാട്രിക്സ് പോലത്തെ നോൺ സർജിക്കൽ ആയിട്ടുള്ള സൈഡിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അവിടെ ഓരോ റെയർ ഡിസീസൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇനിയിപ്പം നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള പാത്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിലും അവിടെ നിങ്ങൾക്ക് അക്കാഡമിക് ആയിട്ട് ബാക്കി ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാം. അതുപോലെ തന്നെ റീസേർച്ച് സൈഡ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ റീസേർച്ച് വഴി എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുകയാണെങ്കിൽ അത് കാരണം കിട്ടുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും മറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അടുത്തൊരു പോസിറ്റീവ്, നിങ്ങളൊരു ഡോക്ടർ ആയതിനു ശേഷം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്കില്ലുകളൊന്നും അത്ര എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫുൾ ഫോഴ്സിൽ ഇപ്പോൾ ഉണ്ട്. റോബോട്ടുകളാണെങ്കിലും നല്ല രീതിയിൽ അഡ്വാൻസ് ആയി വരുന്നുണ്ട്. സോ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇപ്പോഴത്തെ നമ്മുടെ പല കോമൺ ആയിട്ടുള്ള ജോലികളും റോബോട്ടുകൾ കൈയടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ ഒരു ഡോക്ടറിന്റെ ജോലി അത്ര എളുപ്പത്തിൽ ഈ മെഷീൻസിന് അങ്ങ് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഹോസ്പിറ്റൽസിലും ഈ റോബോട്ട്സും മെഷീൻസും ഒക്കെ വരും. പക്ഷെ അവിടെയും ഒരു ഡോക്ടറിന്റെ മേൽനോട്ടം ഇല്ലാതെ അതിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തൊക്കെയാണെങ്കിലും മറ്റു ജോലികളെ വെച്ച് നോക്കുമ്പം ഡോക്ടർ എന്ന പ്രൊഫഷൻ അത്ര ഈസിലി റീപ്ലേസബിൾ അല്ല. ഒരു പോസിറ്റീവും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്റേണൽ മെഡിസിൻ PG കംപ്ലീറ്റ് ചെയ്ത എൻ്റെ ഒരു ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. ആ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഒരു റെയർ ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടായിരുന്നു. അതങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു അസുഖം അല്ലായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ചേട്ടൻ ഇന്റേണൽ മെഡിസിൻ PG ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം അങ്ങനെ അക്വയർ ചെയ്ത ആ നോളജ് വെച്ച് ആ ചേട്ടൻ തന്നെയാണ് ആ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്തത്. അങ്ങനെ ആ അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ കാര്യം ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. ബട്ട് ഈ കഥ നിങ്ങൾ ഓർത്തിരിക്കണം. ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഇനി പറയാൻ പോകുന്നത് പോസിറ്റീവിലും നെഗറ്റീവിലും പെടാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതിലെ ആദ്യത്തെ കാര്യം സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ പിള്ളേരോട് എന്തുകൊണ്ടാണ് അവർ ഈ MBBS പെർസ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അതിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞൊരു റീസൺ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ എക്സ്പെക്ട് ചെയ്ത് മാത്രം നിങ്ങൾ ആരും MBBS എന്നുള്ള വഴിക്ക് വരരുത്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ അത് പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾക്ക് പേഷ്യൻ്റ് സൈഡിൽ നിന്നും അവരുടെ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വഴി കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതും നിങ്ങൾ വിചാരിക്കുന്ന അത്രയ്ക്കൊന്നും ഇല്ല. കുറച്ച് പേഷ്യൻസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കും നമ്മൾ അവർക്ക് വേണ്ടി ഇടുന്ന എഫേർട്ടൊക്കെ തിരിച്ചറിഞ്ഞ്
അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാണെങ്കിൽ ഡിസ്ചാർജ് ഒക്കെ ആയി പോകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമ്മളോട് വന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞ് ആ ഒരു സന്തോഷമൊക്കെ പങ്കുവെച്ചിട്ടാണ് പോകാറ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മളോട് വന്ന് സംസാരിച്ച് നമ്മുടെ വിശേഷമൊക്കെ ചോദിച്ചു പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ബട്ട് അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒരു മൈനോറിറ്റിയാണ്. നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിലുള്ള പേഷ്യൻസിനെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലും എത്രത്തോളം അവർക്ക് വേണ്ടി എഫേർട്ട് ഇട്ടാലും അവർക്ക് ഇങ്ങോട്ട് പറയാൻ കുറേ പരാതികൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ഈ ഹൗസ് സർജൻസി PG ടൈമിലൊക്കെ നമുക്ക് പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് ബിൽഡായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മളെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അവരുടെ ഈ പരാതികളൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ മൂഡ് തന്നെയൊക്കെ ഇല്ലാതാവും. ബട്ട് ഗ്രാജുവലി നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഇതുപോലുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാവും. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ഈ 2 എക്സ്ട്രീമിലുള്ള ആൾക്കാരെ നിങ്ങൾ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ പേരും ഈ 2 എക്സ്ട്രീമിന്റെ നടുക്കുള്ള ഒരു ന്യൂട്രൽ കാറ്റഗറിയിലാണ്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്നു, ആ പ്രശ്നം സോൾവ് ആകുമ്പോൾ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഡോക്ടേഴ്സ് ആരും പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും എക്സ്പെക്ട് ചെയ്തല്ല വർക്ക് ചെയ്യുന്നത്. ഒരു ഹൗസ് സർജനോ PG ഡോക്ടറെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആ ഡ്യൂട്ടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ കിട്ടുന്ന സമയമാണ്. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ പുറത്തു പോയി ഫുഡ് കഴിക്കാനോ കിട്ടുന്ന ഒരു ടൈമാണ്. കാരണം അത്രത്തോളം അവർ ഓവർ വർക്ക്ഡ് ആണ്, അത്രത്തോളം പണിയെടുത്ത് മടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം കുറച്ച് നേരത്തേക്ക് അതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ കിട്ടുകയാണെങ്കിൽ അതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ സീനിയർ ഡോക്ടേഴ്സിൻ്റെ കാര്യം നോക്കിയാലും എനിക്ക് തോന്നുന്നു അവരുടെയും ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ അവർ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് അവരുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈം ആയിരിക്കും. സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും എക്സ്പെക്ട് ചെയ്ത് ഈ MBBS എന്നുള്ള പാത്ത് ചൂസ് ചെയ്യരുത്. അങ്ങനെ ഒരു സാധനം എക്സ്പെക്ട് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് അധികം ഒന്നും കിട്ടത്തില്ല. അടുത്തത് നമുക്ക് സാലറിയുടെ കാര്യം നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഫൈനാൻഷ്യലി സെക്യൂർ ആകും. ബട്ട് അതിന് മുമ്പുള്ള ലൈഫ് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കണം. ഒരു ഡോക്ടറിന് ആദ്യമായിട്ട് സാലറി കിട്ടി തുടങ്ങുന്നത് ഹൗസ് സർജൻസി ടൈമിലാണ്. അതും ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലൊക്കെ ആണെങ്കിൽ ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ അത് 26,000 rupees ആണ് പെർ മന്ത്. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്ക് അത് മേ ബി ഒരു 30,000 ഒക്കെ അടുത്തോട്ട് പോകുമായിരിക്കും. നമ്മൾ ഹൗസ് സർജൻസി പീരീഡിൽ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് നോക്കുമ്പോൾ ഈ എമൗണ്ട് വളരെ വളരെ കുറവാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വർഷത്തേക്ക് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ്. ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് 25,000 ആയിരുന്നു. ആ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരുന്നു, നമ്മുടെ ആദ്യത്തെ സാലറി അല്ലേ. അപ്പോൾ ഹൗസ് സർജൻസി ടൈമിൽ സാലറി അല്ല പ്രശ്നം, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലാത്തതാണ് അവിടുത്തെ പ്രശ്നം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ കാര്യം ഇങ്ങനെയല്ല. അവിടെ ഹൗസ് സർജൻസി ടൈമിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അവർക്ക് തോന്നുന്ന പോലെയാണ്. അവിടെ 6,000 10,000 എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ കോളേജിലും ഡിഫറെൻ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൈപ്പൻഡ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഹൗസ് സർജൻസി കംപ്ലീറ്റ് ആയി MBBS ഡിഗ്രി വെച്ച് മാത്രം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു ഗ്യാരണ്ടീഡ് ജോലി ഉണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളമൊക്കെ സാച്ചുറേറ്റഡ് ആയി. പിന്നെ അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൊക്കേഷനാണ്. നിങ്ങൾ കുറച്ചൊരു സിറ്റി ഏരിയയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയയിലാണ് ജോലി നോക്കുന്നതെങ്കിൽ അവിടെ ജോലി കിട്ടാനും പാടാണ്, കിട്ടിയാൽ തന്നെ സാലറിയും കുറവാണ്. കുറച്ചുകൂടെ ഉൾപ്രദേശമാണെങ്കിൽ അവിടെ ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം കുറവായിരിക്കും, ബട്ട് അവിടെ ജോലി കിട്ടിയാൽ അവിടെ കുറച്ചുകൂടെ ബെറ്റർ സാലറി ഉണ്ടാവും. സോ ലൊക്കേഷൻ ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നേരെ പെർമനൻറ്റ് ജോലികൾ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് കോൺട്രാക്ട് ബേസിസിലൊക്കെയാണ് കിട്ടുക. 1 മാസത്തേക്കെന്നോ 3 മാസം 6 മാസം മേ ബി 1 വർഷത്തേക്കെന്നുള്ള രീതിയിലൊക്കെ കോൺട്രാക്ട് ബേസിസിലാണ് നമുക്ക് ജോലി കിട്ടുക. അങ്ങനെ കിട്ടുന്ന ജോലിയുടെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് ഒരു 50,000 to 75,000 വരെയാണ്. അപ്പം അതിൽ താഴെ കിട്ടുന്നവരുണ്ട്, അതിൻ്റെ മുകളിൽ കിട്ടുന്നവരുണ്ട്. ബട്ട് കൂടുതലും ഈ ഒരു റേഞ്ചിലാണ്. ഇതിൽ തന്നെ ഈ 75,000 ഒക്കെ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ലോഡ് കൂടുതലുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴേ കിട്ടത്തുള്ളൂ. സോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് നിങ്ങളുടെ വർക്ക് ലോഡിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഇരിക്കുക. MBBS കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ പേരും ഇനിഷ്യലി ഒരു പെർ അവർ ബേസിസിലാണ് വർക്ക് ചെയ്യാറ്. എന്ന് വെച്ചാൽ രാവിലെ ഇത്ര മണിക്കൂർ ഒരു സ്ഥലത്ത്, ഉച്ച കഴിഞ്ഞ് വേറൊരു ക്ലിനിക്കിൽ, നൈറ്റ് സെപ്പറേറ്റ്, ആ രീതിയിൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സാലറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്കിനും നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിനും പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒന്നും അപ്പോഴും കിട്ടത്തില്ല. നിങ്ങൾക്ക് സാലറി ഒരു വലിയ കൺസേൺ അല്ലെങ്കിൽ വർക്ക് ടൈം കുറഞ്ഞുള്ള പോസ്റ്റുകളും ഉണ്ട്. മോർണിംഗ് OP മാത്രം ഒരു 4-6 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ടൈപ്പ് പോസ്റ്റുകളുണ്ട്. അതും നമ്മൾ ഉടനെ കിട്ടത്തില്ല, നമ്മൾ തപ്പിപ്പിടിച്ച് അവിടെ അപ്ലൈ ചെയ്ത് അത് ആയി വരണം. ഇനി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കിയാലും ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട് ബേസിസിലൊക്കെ നമുക്ക് മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റൽസിലും ഒക്കെ കയറാൻ പറ്റും. അവിടെയും വർക്ക് ലോഡ് കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ കുറവായിരിക്കും, ബട്ട് അതുപോലെ തന്നെ സാലറിയും കുറവായിരിക്കും. പിന്നെ PSC ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് ഒരു മെഡിക്കൽ ഓഫീസറായിട്ട് കയറി കഴിയുമ്പം അത്യാവശ്യം ഒരു ഡീസൻറ്റ് സാലറി നമുക്ക് തുടക്കത്തിൽ കിട്ടും. അതുപോലെ തന്നെ വർക്ക് ലോഡും കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം PSC എഴുതുക എന്നുള്ളതല്ല. അത് എഴുതി ക്ലിയർ ചെയ്താൽ പോലും ആ ഒരു പോസ്റ്റിലോട്ട് വിളിക്കാൻ ഭയങ്കര ഡിലേ ആണ്.
ഇപ്പം തന്നെ ഒരു 5-6 വർഷമൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് എക്സാം എഴുതി ക്ലിയർ ചെയ്ത ഒരാളെ ആ ഒരു പോസ്റ്റിലോട്ട് വിളിക്കാൻ വേണ്ടി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ വരുമ്പോഴേക്കും എന്താവും എന്നുള്ള കാര്യം അറിയത്തില്ല. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ MBBS എന്നുള്ള ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പം ആരും പട്ടിണിയാകുന്ന ഒരു അവസ്ഥ ഇപ്പം നമ്മുടെ നാട്ടിലില്ല. എല്ലാ ഡിഗ്രിയുടെയും കാര്യം അങ്ങനെയല്ല. സോ അതൊരു പോസിറ്റീവ് തന്നെയാണ്. നിങ്ങൾ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യരുതെന്ന് മാത്രം. ഞാനൊക്കെ ഈ കോച്ചിങ് സെൻറ്ററിലോട്ടൊക്കെ പോയി ഡോക്ടറാകാൻ തീരുമാനിച്ച സമയത്ത് ഡോക്ടറായി പഠിച്ചിറങ്ങി കഴിയുമ്പം സ്റ്റാർട്ടിങ് തന്നെ ഒരു 1 lakh സാലറി ഒക്കെ ഉണ്ടാവും എന്നൊക്കെയായിരുന്നു എൻ്റെ തലയിൽ. സോ അതുപോലത്തെ എക്സ്പെക്ടേഷൻ ഒന്നും നിങ്ങൾ വെക്കരുത്. ഈ 1 lakh എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു സാലറി അല്ല. അതുപോലും നമുക്ക് സത്യം പറഞ്ഞാൽ MBBS കഴിഞ്ഞാൽ ഉടനെ ഒന്നും കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പോൾ ഒരു വിചാരമുണ്ട് ഡോക്ടർമാർക്ക് PG ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയൊന്നും ഇതുവരെ ആയിട്ടില്ല. നിങ്ങൾ നല്ലോണം കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ കുറച്ച് വർഷം ഒരു സ്ഥലത്ത് തന്നെ കഷ്ടപ്പെടുമ്പം നമുക്ക് പതുക്കെ അവിടെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായി വരും. അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒന്നാമത് നല്ല വിവരം വേണം, പിന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും വേണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ MBBS വെച്ചിട്ടാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ കാര്യമാണ്. നിങ്ങൾ പഠിച്ചിറങ്ങാൻ പോകുന്ന ഒരു 6 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ്. സോ അപ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ വേഴ്സ് ആകുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് മാത്രമേ ഇതിലോട്ട് കയറാവുള്ളൂ. ഇനി PG സമയത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. PG ടൈമിൽ ആ ഒരു 3 വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു 50,000+ സാലറി ഉണ്ടാവും. അത് ഓരോ വർഷവും ചെറിയ ചെറിയ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. എന്തായാലും നിങ്ങളൊക്കെ പഠിച്ചിറങ്ങുമ്പോഴേക്ക് മേ ബി ഒരു 60,000 അടുത്തോട്ടൊക്കെ എത്തുമായിരിക്കും. ആൻഡ് ഓരോ വർഷവും ഡിഫറെൻ്റ് ആണ്. അത് അത്യാവശ്യം ഡീസൻറ്റ് എമൗണ്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ ഓർക്കണം, PG എന്നുള്ള ലെവലിലോട്ട് എത്താൻ ഒരുപാട് കഷ്ടപ്പെടണം. MBBSും കഴിഞ്ഞ് PG എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് PGയിലോട്ട് എത്തുന്നത്. ഇങ്ങനെ എത്തുന്ന ആ PG ടൈം എന്ന് പറയുന്നത് ഒരു ഡോക്ടറിൻ്റെ ലൈഫിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 3 വർഷങ്ങളായിരിക്കും, എസ്പെഷ്യലി ക്ലിനിക്കൽ സൈഡിലുള്ളവർക്ക്. ഈ ക്ലിനിക്കൽ സൈഡ് എന്ന് പറയുമ്പം ഈ ജനറൽ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, അങ്ങനെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഈ ക്ലിനിക്കൽ സൈഡാണല്ലോ. അപ്പം ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള വർക്കും ഉണ്ട്, നല്ല രീതിയിലുള്ള സ്ട്രെസ്സും ഉണ്ട്. ഇപ്പോൾ ഹൗസ് സർജൻസിയുടെ സമയം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർക്കുണ്ട്, പക്ഷേ റെസ്പോൺസിബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് PG ടൈമിൽ ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വർക്കും ഉണ്ട്. സോ ആ രീതിയിൽ നോക്കുമ്പോഴും PG ഡോക്ടേഴ്സ് വളരെയധികം അണ്ടർ പെയ്ഡ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ വൈഫ് ഇപ്പോൾ ഗൈനക്കോളജി PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ PG സമയത്ത് ആവറേജ് ഒരാഴ്ചയിൽ 100 മണിക്കൂറെങ്കിലും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 3 മാസം എനിക്ക് തോന്നുന്നു ഒരു 120 hours വെച്ച് ഒരു ആഴ്ചയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പം ഓരോ മണിക്കൂർ ഡ്യൂട്ടിക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു 150 രൂപയ്ക്ക് താഴെയാണ്. എന്ന് പറയുമ്പം ഇന്ത്യയിലെ മിനിമം വേജ് ലെവലിലും താഴെയുള്ള ഒരു സാലറിയാണ് ശരിക്കും കിട്ടുന്നത്. ക്ലിനിക്കൽ സൈഡിലുള്ള എല്ലാ PGസിനും ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയറും ഒക്കെ ഒരു 100 hour വീക്ക് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്, എസ്പെഷ്യലി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ. സോ ഈ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. PG കിട്ടാനേ നല്ല പാടാണ്. ഇനി PG കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിറങ്ങുമ്പോഴേക്കും ഒരു ഡോക്ടറിന്റെ വയസ്സ് ഒരു ആവറേജ് ഒരു 29-30 എങ്കിലും ആകും. സോ ഒരു 25 to 30 years വരെ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടണം. എന്നാൽ അതിനനുസരിച്ചുള്ള സാലറി ഒന്നും കിട്ടത്തുമില്ല. PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ഒരു 1 lakh ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഈ ക്ലിനിക്കൽ സൈഡിലുള്ള PGs അവിടെ നിങ്ങൾ എടുക്കുന്ന ബ്രാഞ്ച് അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്റേണൽ മെഡിസിനും പീഡിയാട്രിക്സ് ഒക്കെ ആണെങ്കിൽ ഒരു 1 lakh above ഒക്കെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടും. അതേസമയം സർജിക്കൽ സൈഡൊക്കെ ആണെങ്കിൽ ഇനിഷ്യൽ സാലറി ശരിക്കും ഒരു 70,000 80,000 ഒക്കെ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. അവിടെ നമ്മൾക്ക് ഒരു റെപ്യൂട്ടേഷനൊക്കെ ആകുന്നതിനനുസരിച്ച് ആ സാലറി ഇൻക്രീസ് ആവും. സർജറി സൈഡിലൊക്കെ നമുക്ക് ആ റെപ്യൂട്ടേഷൻ ആയി കഴിയുമ്പോൾ ഉള്ള പിന്നെയുള്ള അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പിന്നെ റേഡിയോളജി പോലത്തെ PG ഒക്കെ കംപ്ലീറ്റ് ആയാൽ അത്യാവശ്യം നല്ല സാലറി തുടക്കത്തിൽ തന്നെ കിട്ടും. സോ PG കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസൻറ്റ് സാലറി ഉണ്ട്. അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ച് അനുസരിച്ചൊക്കെ ഇരിക്കും. ഇപ്പം നോൺ ക്ലിനിക്കൽ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ PG കഴിഞ്ഞിട്ടാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസും കുറവാണ്, സാലറിയും അതിനനുസരിച്ച് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. PG കംപ്ലീറ്റ് ചെയ്ത മിക്ക ഡോക്ടേഴ്സും ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ MBBSന് ജോയിൻ ചെയ്ത സമയത്ത് എല്ലാവരും മിനിമം ഒരു PG എങ്കിലും വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറി മിനിമം സൂപ്പർ സ്പെഷ്യാലിറ്റി എങ്കിലും വേണം എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ ആ ഒരു അവസ്ഥയാകും. സോ ഓവറോൾ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യമെങ്കിൽ ഈ ഡോക്ടർ എന്ന പണിയെക്കാട്ടും മച്ച് ബെറ്റർ ഓപ്ഷൻസ് ആണ് there. നിങ്ങൾ ഡോക്ടറായിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് വെച്ച് ഇതിൻ്റെയൊക്കെ ഇരട്ടി കാശ് മറ്റ് ഫീൽഡുകളിൽ ഉണ്ടാക്കാൻ സാധിക്കും. സോ വലിയൊരു സാലറി ഒന്നും എക്സ്പെക്ട് ചെയ്ത് ആരും ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇനിഷ്യൽ കുറച്ച് വർഷത്തെ സ്ട്രഗിളൊക്കെ നിങ്ങൾ സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ മേ ബി ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നല്ല സാലറി ഉള്ള ഒരു പൊസിഷനിൽ എത്തും. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഒരു വലിയ പെർസെൻറ്റേജ് ഓഫ് ഡോക്ടേഴ്സും ആ ലെവലിലോട്ടൊന്നും എത്തുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ കാരണമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ഡോക്ടർ ആകണമെങ്കിൽ
പഠിക്കാൻ നല്ല രീതിയിൽ ആഗ്രഹം വേണം. MBBS കാലത്തെ പഠനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. MBBS പഠിച്ചു കഴിഞ്ഞ് PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ വർഷവും നിങ്ങൾ പിന്നെയും ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു ഫീൽഡാണ് ഈ മെഡിക്കൽ ഫീൽഡ്. നിങ്ങൾക്കറിയാം, ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിന്റെ സ്പീഡ് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഓരോ അപ്ഡേഷൻസ് നടക്കുന്നത്. അങ്ങനെ വരുന്ന അപ്ഡേറ്റ്സിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. സോ നിങ്ങളിപ്പം ഈ വർഷം നീറ്റിന് പ്രിപ്പയർ ചെയ്ത് നെക്സ്റ്റ് ഇയർ എക്സാം ക്രാക്ക് ചെയ്ത് ഒരു 5 വർഷം MBBSന് പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾ ആ പഠിച്ച സാധനത്തിലെ പല കാര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആവും. അതിനുശേഷം ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണം. അതില്ലെങ്കിൽ ഈ ഫീൽഡിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ കുറച്ച് പാടാണ്. സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് എക്സ്പെക്ട് ചെയ്തും ഈ ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും ഈ ഫീൽഡ് ചൂസ് ചെയ്യരുത്. ഒരുപാട് പഠിക്കാനുണ്ട്. ആ പഠിച്ചത് തന്നെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഫണ്ടമെന്റൽ ആയിട്ട് ഈ സബ്ജക്റ്റിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ യു വിൽ സ്ട്രഗിൾ. അടുത്തൊരു പോയിന്റ് റെസ്പെക്ട് ആണ്. റെസ്പെക്ട് പ്രതീക്ഷിച്ചും കുറേ പേര് MBBS എടുക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു കോഴ്സും റെസ്പെക്ട് കിട്ടാൻ വേണ്ടി പോയി എടുക്കരുത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പം അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാവും. ഇനി MBBSന്റെ കാര്യം നോക്കിയാലും നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് ചെല്ലുമ്പം ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചെറിയൊരു റെസ്പെക്റ്റും ചെറിയൊരു ബഹുമാനവും ഒക്കെ കിട്ടും. അതിൻ്റെ ഒരു ജാടയും നമുക്കുണ്ടാവും. പക്ഷെ അത് ആ മെഡിക്കൽ സ്റ്റുഡൻറ് ലൈഫിൻ്റെ സമയത്ത് മാത്രമേ നമ്മൾ ആ രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. കാരണം അത് കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങുന്നത്. ഹൗസ് സർജൻസി തൊട്ട് നമുക്ക് മനസ്സിലാവും, നമുക്ക് ഈ റെസ്പെക്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ടും കൂടിയാണ്. ആരെങ്കിലും നമ്മളെ ഒരുപാട് ഓവറായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മളിൽ നിന്ന് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. സോ ദാറ്റ് ബിക്കംസ് എ പ്രഷർ. അതുകൊണ്ട് ഒരു ഡോക്ടറിന് കിട്ടുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡ് പോലെയാണ്. ഒരു പരിധിവരെ ഈ റെസ്പെക്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും. ബട്ട് ഓവറായിട്ടൊരു റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പേഷ്യൻസ് നമ്മളിൽ നിന്ന് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്നും നമ്മൾ എത്രത്തോളമൊക്കെ കഷ്ടപ്പെട്ട് ശ്രമിച്ചാലും ചില കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളോട് പെരുമാറുന്ന ഒരു സമൂഹമാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അല്ലാതെ എന്ത് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ അത് സോൾവ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവർ നമുക്ക് ശരിക്കും ഒരു തലവേദനയായിട്ടാണ് മാറുക. അതുകൊണ്ട് റെസ്പെക്റ്റ് എന്നുള്ള സാധനം ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടും ആരും ഈ MBBS എന്നുള്ള കോഴ്സ് ചൂസ് ചെയ്യരുത്. ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിയുമ്പം അതിനോട് അസോസിയേറ്റ് ആയിട്ട് ഒരു റെസ്പെക്റ്റ് കിട്ടും. ഓക്കെ, അത് MBBSന് മാത്രമായിട്ടല്ല. പിന്നെ ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായം, ഈ ജോലി നോക്കി റെസ്പെക്റ്റ് കൊടുക്കുന്ന പരിപാടിയെ ബോറാണ്. അത് പതുക്കെ മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത പോയിന്റ് ലീഡർഷിപ്പാണ്. ആസ് എ ഡോക്ടർ യു വിൽ ഹാവ് ടു ബി എ ലീഡർ. കാരണം ഒരു ഡോക്ടറിൻ്റെ ഡിസിഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ശരിക്കും ഒരു പവറാണ്. അത് നമ്മൾ മിസ്യൂസ് ചെയ്യേണ്ട ഒരു സാധനമല്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പോസിറ്റീവ് കാര്യമാണ്. ബട്ട് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആസ് എ ഡോക്ടർ യു വിൽ ഹാവ് ടു ബി എ ലീഡർ. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് കുറച്ച് നല്ല നെഗറ്റീവ്സിനെ കുറിച്ച് പറയാം. ഏറ്റവും വലിയ നെഗറ്റീവ് ഓവർ വർക്ക് ആൻഡ് ഓവർ സ്ട്രെസ് ആണ്. ഇതിനെക്കുറിച്ച് മാത്രം ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം കംപ്രസ് ചെയ്താണ് ഈ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ആവറേജ് ഹ്യൂമൻ ലൈഫ് സ്പാൻ, ഒരു ആവറേജ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 66-67 ഇയേഴ്സ് ആണെന്നാണ് പല സ്റ്റഡീസിലും പറയുന്നത്. അതും കേരളത്തിൽ കുറച്ചും കൂടെ കൂടുതലാണ്. ഇന്ത്യയിലെ ഡോക്ടേഴ്സിന്റെ ലൈഫ് സ്പാൻ എത്രയാണെന്ന് അറിയോ? ഇറ്റ് ഈസ് സെറ്റ് ടു ബി ബിലോ 60. അതായത് നമ്മുടെ നാഷണൽ ആവറേജിൽ നിന്നും ഒരു 10 വർഷം കുറവാണ് ഡോക്ടേഴ്സിന്റെ ലൈഫ് സ്പാൻ. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഓവർ സ്ട്രെസ് ആണ്. അതിന്റെ കൂട്ടത്തിൽ വർക്ക് ലോഡ് കൂടുമ്പം ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസും അതുപോലെ തന്നെ ഒരുപാട് ഡിസീസ് ഒക്കെ ആയിട്ടുള്ള എക്സ്പോഷർ ഒക്കെ കാരണം വരുന്ന ഒരു റിസ്ക്കും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഓവർ വർക്ക് ചെയ്യുന്നതിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് മെഡിക്കൽ ഫീൽഡിൽ എസ്പെഷ്യലി അതാണ് അവസ്ഥ. ഇപ്പം ഹൗസ് സർജൻസി സമയത്ത് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ 24 അവർ ഡ്യൂട്ടി വരും, 48 അവേഴ്സ് ഡ്യൂട്ടി വരും. പിന്നെ ഞങ്ങൾക്ക് 72 അവർ ഡ്യൂട്ടിയും വന്നിട്ടുണ്ട്. ഈ 24 അവർ ഡ്യൂട്ടി വളരെ കോമൺ ആണ്. 24 അവർ ഡ്യൂട്ടി എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു ദിവസം രാവിലെ പണി സ്റ്റാർട്ട് ചെയ്യുന്നു, നൈറ്റും കഴിഞ്ഞ് അടുത്ത ദിവസത്തെ നോർമൽ ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ ഫ്രീ ആകത്തുള്ളൂ. എന്ന് പറയുമ്പോൾ മിനിമം ഒരു 30 അവേഴ്സോ അല്ലെങ്കിൽ ഒരു 36 അവേഴ്സ് വരെയൊക്കെ നീണ്ടുപോകും. ഒരു ഡോക്ടർ ഒരു നൈറ്റ് ഡ്യൂട്ടി എടുത്തു എന്ന് പറയുമ്പം ഒരു 12 മണിക്കൂർ എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു 24 മണിക്കൂറോ അതിൽ കൂടുതലോ ആണ് ഉദ്ദേശിക്കുന്നത്. 48 മണിക്കൂറൊക്കെ ഡ്യൂട്ടി എടുത്തു എന്ന് പറയുമ്പം അത് കേട്ടിട്ട് ബാക്കിയുള്ളവർ പറയുന്നത് ആണോ അത്ര നല്ല കഷ്ടപ്പാടാണല്ലേ എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ഒരു 24 മണിക്കൂർ കൂടുതലും 48 മണിക്കൂറൊക്കെ ഒരു ഡോക്ടറിന് ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നതെന്ന് ആരും ആലോചിക്കാറില്ല. ഇങ്ങനെ ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നതിനുള്ള സൊല്യൂഷൻസ് തപ്പി നമ്മുടെ തന്നെ സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുടെയൊക്കെ അടുത്തോട്ട് ചെല്ലുമ്പോഴും പലരുടെയും ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അവരും
ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ വർക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. യങ്ങർ ജനറേഷൻ ഒരു ജെനുവിൻ ആയിട്ടുള്ള കൺസേണുമായിട്ട് ഓൾഡർ ജനറേഷൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇതുപോലത്തെ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നവും സോൾവ് ആകാൻ പോകുന്നില്ല. സോ ഓവർ വർക്കിംഗ് ഇസ് എ ബിഗ് പ്രോബ്ലം. അത് നിങ്ങൾ MBBS കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു 5-6 വർഷത്തേക്കെങ്കിലും ആ ഒരു ഫേസിൽ കൂടെ നിങ്ങൾ കടന്നു പോകും. ഇങ്ങനെ ഓവർ വർക്കും ഓവർ സ്ട്രെസ്സും വെച്ച് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവലും കൂടുതലായിരിക്കും. ഈ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഏജിങ് ഫാസ്റ്ററാണ്. സോ ബേസിക്കലി ഈ ഹൗസ് റെൻസിയും PG പീരീഡ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ ബോഡി ഏജ് ചെയ്യുന്നതിന്റെ സ്പീഡും കൂടുതലാണ്. അതും അൾട്ടിമേറ്റ്ലി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യും. നിങ്ങൾ ആക്റ്റീവായിട്ട് ശ്രമിച്ചാൽ ഈ ഒരു ഏജിങ് പ്രോസസ്സൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കറക്റ്റ് സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും എക്സർസൈസും മെഡിറ്റേഷനൊക്കെ വെച്ച് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഈ ഫുൾ സിസ്റ്റത്തിൽ കുറേ അഴിച്ചുപണികളുടെ ആവശ്യമുണ്ട്. ഹൗസ് സർജൻസും PGs ഒക്കെ സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്നാണ് ഒരു റീസൺ ആയിട്ട് അവർ പറയുന്നത്. ബട്ട് ഇത് ആക്ച്വലി ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. നമ്മുടെയൊക്കെ മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയുള്ള ഡോക്ടർമാരുടെ ഷോർട്ടേജ് ഈ പറഞ്ഞ പോലെ ഹൗസ് സർജൻസിനെയും PGs ഒക്കെ വെച്ച് ഓവർ വർക്ക് ചെയ്യിപ്പിച്ച് അത് കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതിനുള്ള ആക്ച്വൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഡോക്ടേഴ്സിനെ നിയമിക്കുക എന്നുള്ള. അതിപ്പം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ നിയമിച്ച് അവർക്ക് കൊടുക്കാനുള്ള സാലറി ഗവൺമെന്റിന്റെ കയ്യിലില്ല. പ്രൈവറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള താല്പര്യവും ഇല്ല. അതാണ് ബേസിക് പ്രോബ്ലം. അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊക്കെ പഠിച്ചെത്തുമ്പോഴേക്കും ഈ സിറ്റുവേഷൻ ഒക്കെ ബെറ്റർ ആകും. ബട്ട് ആ കാര്യത്തിൽ ഐ ഹാവ് മൈ ഡൗട്ട്സ്. കഴിഞ്ഞ വർഷം PGs ഒരു സമരം ചെയ്തായിരുന്നു. അവരുടെ വർക്ക് പ്രഷറൊക്കെ വല്ലാതെ കൂടുതലാണെന്നും പറഞ്ഞു. അതിന്റെ റിസൾട്ട് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഓർഡർ ഒക്കെ ഇറക്കിയായിരുന്നു. PGsന് ഇനി തൊട്ട് ഇത്ര മണിക്കൂറേ ഒരാഴ്ച വർക്ക് ചെയ്യാൻ പാടുള്ളൂ, എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും ലീവ് വേണം, ഓരോ നൈറ്റ് ഡ്യൂട്ടി കഴിയുമ്പോഴും അടുത്ത ദിവസം ഓഫ് ആയിരിക്കണം. ഈ ഒരു രീതിയിലൊക്കെ ഒരു റെക്കമെൻഡേഷൻ പോലെ ഒരു ഓർഡർ പോലെ തന്നെ ഇറക്കിയായിരുന്നു. പക്ഷേ ഈ കാര്യമൊന്നും ഇതുവരെ ഒരു മെഡിക്കൽ കോളേജിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ ഇതുവരെ എവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾ വരുമ്പോഴേക്കും ആ ഒരു സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമായിരിക്കും. ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം നിങ്ങൾ കൂടുതൽ സീനിയർ ആകുന്നതിനനുസരിച്ച് ആ ഒരു പ്രശ്നം കുറഞ്ഞു വരും. പക്ഷേ എന്നാലും ആ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ തലയിൽ കൂടെ ഉണ്ടാവും. അത് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഞാൻ ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ ഉണ്ടാവും. അവർ സീനിയർ ഡോക്ടേഴ്സ് ആണ്. ഒരു 55 ഇയേഴ്സ് അല്ലെങ്കിൽ അതിന് എബവ് ഏജ് ഉള്ള ഡോക്ടേഴ്സ് ആണ്. അവരൊക്കെ രാത്രിയാണെങ്കിൽ പോലും ഓരോ പേഷ്യൻസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം അൾട്ടിമേറ്റ്ലി ഓരോ യൂണിറ്റിലെയും പേഷ്യൻസ് എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു പ്രഷർ അവരുടെ തലയിൽ എപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പതുക്കെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ജോലി അവസാനിക്കുന്നില്ല. നമ്മളൊരു പേഷ്യന്റിനെ നമ്മുടെ ഓർഡർ അനുസരിച്ച് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നമ്മുടെ തലയിലുണ്ടാവും. സോ ഡോക്ടേഴ്സ് മൈൻഡ് ഇസ് നെവർ കംപ്ലീറ്റ്ലി ഫ്രീ. പിന്നുള്ളൊരു സീരിയസ് ഇഷ്യൂ മെന്റൽ ഹെൽത്ത് ആണ്. ഇപ്പൊ തന്നെ ഈ നീറ്റ് UGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെ പല കുട്ടികളും ഡിപ്രഷൻ എന്നുള്ള ഫേസിലോട്ടൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു ഫേസിലോട്ടൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. എസ്പെഷ്യലി PG ടൈമിലൊക്കെ. PG ടൈമിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ഏറ്റവും കൂടുതൽ വർക്ക് ലോഡും ഉള്ളത്. അപ്പം ആ ഒരു സമയത്ത് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സോ സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ഒന്നും ഇല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു ഡിപ്രഷൻ പോലത്തെ ഫേസിലോട്ടൊക്കെ പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ MBBS കഴിഞ്ഞ് ഈ PG കിട്ടുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. നീറ്റ് UGനെക്കാട്ടും ഡിഫിക്കൽട്ടാണത്. അപ്പം ആ ഒരു പ്രിപ്പറേഷൻ്റെ ഫേസിലും അതുപോലെ MBBS വെച്ച് മാത്രം ഇനിഷ്യലി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഡിഫിക്കൽറ്റീസും ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷമായി. ഈ ഒരു കാലയളവിൽ എൻ്റെ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്ന് 4 പേരാണ് സൂയിസൈഡ് ചെയ്തത്. എൻ്റെ സ്വന്തം ബാച്ചിൽ നിന്ന് ആരുമില്ല, ബട്ട് ജൂനിയർ ബാച്ചിൽ നിന്നും സീനിയർ ബാച്ചിൽ നിന്നൊക്കെ ആയിട്ട് 4 പേരുടെ സൂയിസൈഡിൻ്റെ ന്യൂസാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ സംഭവിക്കാനുള്ള ഒരു മെയിൻ റീസൺ ഈ ഒരു പ്രൊഫഷനായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രെസ്സാണ്. അതിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു വലിയ പെർസെൻറ്റേജ് ഓഫ് ഡോക്ടേഴ്സും ഇങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അത് പുറം ലോകം അങ്ങനെ അറിയുന്നില്ല എന്ന് മാത്രം. ഇതൊരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ആക്റ്റീവായിട്ട് ശ്രമിച്ചാൽ. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെയുള്ള കുറച്ച് പ്രോബ്ലംസ് മറ്റ് ജോലി സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ കോമ്പറ്റീഷൻ, പ്രൊഫഷണൽ ജലസി, ഹയറാർക്കി കാരണമുള്ള പ്രശ്നം, ഇതുപോലത്തെ കുഴപ്പങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിലുണ്ട്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസ് സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുടെയും എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ആംപ്ലിഫൈഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. PG സമയത്തെ സ്ട്രെസ്സിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബട്ട് അതിൻ്റെ ഇടയിൽ പോലും റാഗിങ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ചില കോളേജുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളവരും ശരിക്കും ആലോചിക്കാതെ ഈ ഒരു ഫീൽഡിലോട്ട് വന്ന് എത്തിപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണിത്. അവരനുഭവിക്കുന്ന സ്ട്രെസ് കാരണം അവരുടെ സ്വഭാവം തന്നെ ടോക്സിക് ആയി മാറുകയാണ്. അതിന്റെ ദോഷം അനുഭവിക്കുന്നത് ജൂനിയേഴ്സും മറ്റ് സ്റ്റാഫുകളൊക്കെ. ഇതൊക്കെ നിങ്ങളും മെഡിക്കൽ കോളേജിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ വർക്ക് ലൈഫ് ബാലൻസ് ആണ്.
അല്ലെങ്കിൽ അവർക്ക് പേഴ്സണൽ ലൈഫിന് വേണ്ടി കിട്ടുന്ന സമയം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ മുമ്പ് എൻ്റെ സീനിയറിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, സ്വന്തം അമ്മയുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തൊരു കഥ. അത് ഡയഗ്നോസ് ചെയ്തപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ചേട്ടൻ സ്വന്തം വർക്കിൽ ഒരുപാട് ബിസി ആയതുകൊണ്ടാണ് ആ ഡയഗ്നോസിസിലോട്ട് എത്താൻ കൂടുതൽ സമയം എടുത്തത്. കുറച്ചുകൂടെ തിരക്ക് കുറഞ്ഞൊരു ലൈഫായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ തന്നെ ഈ സിംറ്റംസ് ഒക്കെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ഈ ഡയഗ്നോസിസിലോട്ട് എത്തി പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷേ ലൈഫ് കുറച്ച് ഹെക്റ്റിക് ആയതുകൊണ്ടാണ് സ്വന്തം അമ്മയുടെ കാര്യം തന്നെ ശ്രദ്ധിക്കാൻ കുറച്ച് ഡിലേ വന്നത്. താങ്ക്ഫുള്ളി ആ അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിച്ചു. അത് സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരും ഇത്ര ഫോർച്ചുനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് ഒരു എമർജൻസി ആയിട്ട് വിളിക്കുമ്പം നിങ്ങൾ വേറൊരാളുടെ ലൈഫ് സേവ് ചെയ്യുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽപ്പെട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത്രത്തോളം നമ്മൾ ഈ ജോലിയിൽ അങ്ങ് ഇൻവോൾവ് ആയി പോകും. ഈ ഒരു പ്രൊഫഷൻ നല്ല ഇൻട്രസ്റ്റോടെ ചെയ്യുന്ന ഡോക്ടേഴ്സിനും വരുന്ന ഒരു മിസ്റ്റേക്കാണിത്. അവർ ഒരുപാട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പം അവരുടെ ലൈഫ് ആ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ബബിളിൻ്റെ അകത്തോട്ട് ചുരുങ്ങിപ്പോകും. അതിൻ്റെ നെഗറ്റീവ് അനുഭവിക്കുന്നത് ഫാമിലി ആയിരിക്കും. പലപ്പോഴും നമ്മുടെ സ്വന്തം വീട്ടുകാർക്ക് പോലും നമ്മുടെ ഈ ഒരു തിരക്കൊന്നും ശരിക്കും മനസ്സിലാകത്തില്ല. കാരണം അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഫുൾ ടൈം ഇങ്ങനെ എൻഗേജ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ മെഡിക്കൽ ഫീൽഡിൽ പുറത്തുള്ളവർക്ക് ഈസിലി മനസ്സിലാകത്തില്ല. അതുകൊണ്ടൊക്കെ കൂടെയാണ് ഡോക്ടേഴ്സിനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ അവിടെയും പ്രശ്നമാവും. ഈ രണ്ട് ഡോക്ടേഴ്സും വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ബ്രാഞ്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർ തമ്മിൽ കാണുന്നത് തന്നെ ചിലപ്പോൾ റെയറായിട്ടായിരിക്കും. എൻ്റെ ഒരു സീനിയറിൻ്റെ എക്സാമ്പിൾ പറയാം. ആ ചേച്ചിയുടെ കൊച്ചിന് സംസാരിക്കേണ്ടതൊക്കെ പ്രായമായപ്പോഴും സംസാരിക്കാൻ തുടങ്ങിയില്ല. അതിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിക്ക് പേരൻസിൻ്റെ അടുത്തുനിന്നുള്ള ആവശ്യത്തിനുള്ള ഇൻട്രാക്ഷൻ കിട്ടിയിട്ടില്ല. ആ ചേച്ചിയുടെ ഹസ്ബൻഡും തിരക്കുള്ള ഒരു PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയായിരുന്നു. പേരൻസിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടാണല്ലോ കൊച്ചും സംസാരിക്കാൻ പഠിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എക്സ്പോഷർ ആ കുട്ടിക്ക് കിട്ടിയില്ല. അത് മനസ്സിലായപ്പോൾ ആ ചേച്ചി പിന്നെ സെപ്പറേറ്റ് ഒരു വലിയ ലീവൊക്കെ എടുത്ത് പോയി കൊച്ചിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള കാര്യം വല്ലാതെ താറുമാറാകും. എസ്പെഷ്യലി ക്ലിനിക്കൽ സൈഡിലുള്ള ജോലിയുള്ള ഡോക്ടേഴ്സൊക്കെ എക്സ്ട്രാ ഒരു എഫേർട്ട് അതിന് ഇട്ടാൽ മാത്രമേ ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ PG സമയത്തൊക്കെ സ്വന്തം കല്യാണത്തിന് പോലും അല്ലെങ്കിൽ നമുക്ക് കൊച്ചുണ്ടായിട്ടൊന്ന് കാണാൻ പോകാൻ പോലും ഒക്കെ ലീവ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഈവൻ മെറ്റേണിറ്റി ലീവ് വരെ ഏറ്റവും മിനിമൽ ഡേയ്സ് ആണ് മിക്ക ഡോക്ടേഴ്സും എടുക്കാറുള്ളൂ. അതാണ് സാഹചര്യം. നമ്മളൊക്കെ NEET UG ടൈം തൊട്ട് തന്നെ പല ഫെസ്റ്റിവൽസും പല ഫാമിലി ഫംഗ്ഷൻസും ഒക്കെ സാക്രിഫൈസ് ചെയ്തിരുന്നാണ് പഠിക്കുന്നത്. എന്നിട്ട് മെഡിക്കൽ കോളേജ് ചെന്ന് കഴിയുമ്പം അവിടെ ലീവ് കുറവാണ്. പക്ഷേ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ലീവ് എടുക്കാൻ പറ്റും. ബട്ട് അതും കഴിഞ്ഞ് ഹൗസ് റെൻസിയും PG പ്രിപ്പറേഷനും PG കഴിഞ്ഞുള്ള ഇനിഷ്യൽ ഇയേഴ്സൊക്കെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മുടെയൊക്കെ പേരൻസ് വിചാരിക്കും ഈ ഒരു പഠിക്കുന്ന ഫേസ് അങ്ങ് കഴിയുമ്പോഴേക്കും പിന്നെ ഫ്രീ ടൈം കിട്ടുമെന്ന്. ബട്ട് ആ ഒരു ലെവലിലോട്ട് എത്തുന്ന കുറേ കാലം കഴിഞ്ഞിട്ടാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിൻ്റെ എസ്പെഷ്യലി ക്ലിനിക്കൽ സൈഡിലുള്ള ഡോക്ടേഴ്സിൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ പിക്ചർ വളരെ മോശമാണ്. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അതേ അവസ്ഥ ആകണമെന്നൊന്നുമില്ല. നിങ്ങൾ ആക്റ്റീവായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ചോയ്സുകളൊക്കെ എടുക്കണമെന്ന് മാത്രം. അടുത്തൊരു മേജർ നെഗറ്റീവ് എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ സേഫ്റ്റിയാണ്. വയലൻസ് അഗൈൻസ്റ്റ് ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ന്യൂസിലും പേപ്പറിലും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ആയിട്ട് കാണാറുണ്ടാവും. മീഡിയക്കാർ വാർത്ത കൊടുക്കുന്നത് ഈ ട്രെൻഡിനനുസരിച്ച് ഓരോ റീൽ ഉണ്ടാക്കുന്ന പോലെയൊക്കെയാണ്. ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ഒരു ട്രെൻഡായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ കുറേ വരും. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ വന്നപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലത്തേക്ക് ഡോക്ടർമാരുടെ പ്രശ്നങ്ങളൊക്കെ ന്യൂസിൽ നിങ്ങൾ കാണുമായിരുന്നു. ആ ന്യൂസ് വായിക്കാൻ ആൾക്കാർ കുറയുന്നു എന്ന് തോന്നുമ്പോഴേക്കും അവർ ആ ഒരു ടോപ്പിക്ക് വിടും. എന്നും പറഞ്ഞ് ഡോക്ടർമാരുടെ വർക്ക് പ്ലേസിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതായി എന്നല്ല അതിനർത്ഥം. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഡോക്ടർമാർക്ക് ചെറിയ രീതിയിലെങ്കിലും വർക്ക് പ്ലേസിൽ ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അത് അവർ മാനേജ് ചെയ്ത് പോവുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെയും പറയപ്പെടുന്നത് അയാൾ ആൽക്കഹോൾ വിഡ്രോവൽ എന്ന സ്റ്റേറ്റിലായിരുന്നു. ആ സമയത്തുണ്ടായ ഡെലീരിയത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ്. ഇങ്ങനെ ആൽക്കഹോൾ വിഡ്രോവലിലുള്ള ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ എന്തായാലും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അറ്റ്ലീസ്റ്റ് ഹൗസ് റെൻസിയുടെ ടൈമിലെങ്കിലും അങ്ങനെയുള്ള പേഷ്യൻസുമായിട്ടുള്ള കോൺടാക്റ്റ് ഒക്കെ വരും. അതുകൊണ്ട് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഇതുപോലുള്ള റിസ്ക് എപ്പോഴും ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൽക്കഹോളും ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതാകണം. അങ്ങനെ ഒരു കാലം വരുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം അതിൻ്റെ ഓവർ യൂസും അല്ലെങ്കിൽ അതിൻ്റെ ടോക്സിസിറ്റി ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ അടുത്തോട്ട് വരും. അവരെ നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യം വരും. അതൊരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. ഇനി ഇതൊന്നും വേണ്ട, നല്ല ബോധമുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ അവരോട് ഒരു പെട്ടെന്ന് അവർക്കൊരു ഷോക്ക് ആകുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് പറയുമ്പം പെട്ടെന്ന് ഇമോഷണലായി ആദ്യം കാണുന്നത് നമ്മളെ ആണെങ്കിൽ നമ്മുടെ നേരെ അറ്റാക്ക് വരും. സോ ആസ് എ ഡോക്ടർ യു വിൽ ഹാവ് ടു എക്സ്പെക്ട് ദീസ് തിങ്സ്. ഈ പ്രോബ്ലം ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്.
ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലൊക്കെ കാണുന്നതാണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആണ് നമ്മുടെ ലിറ്ററസി റേറ്റ് കൂടുതലായതുകൊണ്ട്. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലും പല ഇൻസിഡൻസും സംഭവിക്കുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ ന്യൂസിൽ വരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഫോറിൻ കൺട്രീസിൽ പല സ്ഥലത്തും ഈ ഒരു ഇഷ്യൂ കുറച്ചുകൂടെ കുറവാണ്. കാരണം അവിടെ ഡോക്ടർ ഒരു ദൈവമല്ല എന്നുള്ളൊരു ജനറൽ അവയർനെസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻ ഒന്നും ആട്ടുകാർക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ അവിടെയാണെങ്കിലും ഈ ആൽക്കഹോളും ഡ്രഗ്സ് ഒക്കെ അടിച്ച് ബോധമില്ലാതെ വരുന്ന പേഷ്യൻറ്റിനെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതും ജൂനിയർ ഡോക്ടേഴ്സ് ആണ് കൂടുതൽ ഫേസ് ചെയ്യുന്നത്. നമ്മൾ സീനിയർ ആകുന്നതിനനുസരിച്ച് ഇങ്ങനത്തെ റിസ്കുകളൊക്കെ എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ടാവും ഒരു പരിധി വരെയൊക്കെ. സോ ഇഫ് യു ആർ ഗോയിങ് ടു ബി എ ഡോക്ടർ, ബി റെഡി ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. പറയാനാണെങ്കിൽ ഇനിയും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം ഒരു പിക്ചർ ഇപ്പം നിങ്ങൾക്ക് ആയില്ലേ? ഈ വീഡിയോ എന്താ തീരാത്തതെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ തോന്നുന്നുണ്ടാവും. ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന എനിക്കിപ്പോൾ അത് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു പാർട്ട് 2 ആയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പം ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറേ പോസിറ്റീവ്സും പറഞ്ഞു, കുറേ നെഗറ്റീവ്സും പറഞ്ഞു. ഇതിൽ ഏതിനോടാണ് നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആയെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ആ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അതുപോലെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അടുത്ത വർഷത്തേക്കുള്ള എക്സാമിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. അതിനാവശ്യമുള്ള സപ്പോർട്ടൊക്കെ ഈ ചാനലിലെ ഇനിയുള്ള വീഡിയോസ് വഴി തരുന്നതാണ്. ഇനി അതല്ല, ഈ നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരുന്നു, ഇതെല്ലാം കേട്ടിട്ട് ഒരു പേടിയൊക്കെയാണ് തോന്നുന്നത്, MBBS വേണ്ടാന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളിലുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ നിങ്ങൾ എടുക്കണം. MBBS അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നുള്ള കാര്യമൊക്കെ അടുത്ത പാർട്ടിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ കൂടുതൽ പേരും ഇപ്പം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. 17 വയസ്സുള്ള ഞാൻ ഈ വീഡിയോ കണ്ടായിരുന്നെങ്കിലും എനിക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഓവറോൾ തോന്നുക. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ കരിയർ ചോയ്സ് എടുക്കുന്നത് പലരും 15-ാം വയസ്സിലാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് 17-ാം വയസ്സിലോ 18-ാമത്തെ വയസ്സിലൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ പാർട്ട് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള പാർട്ട്. അത് ഫുള്ളായിട്ട് മെച്യൂർ ആകുന്നത് ഒരു 23-24 വയസ്സാകുമ്പോഴാണ്. സോ ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നോർമലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു പ്രായത്തിൽ ആ ഒരു കൺഫ്യൂഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ വളരെ പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളിൽ കുറേ പേർക്ക് ആ മെഡിക്കൽ പ്രൊഫഷനും ആ സബ്ജക്റ്റിനോടൊക്കെ നല്ല താല്പര്യം കാണും. പക്ഷേ ഈ നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ട് ചെറിയൊരു ടെൻഷൻ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. ഈ MBBSന് കയറി കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ട്. അവിടെ ചെന്നിട്ടും ബാക്കി ആ ഒരു പ്രഷറൊന്നും ഫേസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് വേറെ മേഖലയിലോട്ടൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഓവറോൾ നിങ്ങൾക്ക് പോസിറ്റീവ്സ് കേട്ടിട്ട് അതാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നിയതെങ്കിൽ ധൈര്യമായിട്ട് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. നെഗറ്റീവ്സ് കേട്ടിട്ട് അതിൽ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ MBBS എന്നുള്ള ആ ഫീൽഡ് വിടുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി അതല്ല, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയും കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെയൊക്കെ ഒരു ക്ലാരിറ്റി വരും. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മാത്രം അഭിപ്രായങ്ങളൊന്നുമല്ല, കുറേ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കൂടെ സമ്മറൈസ് ചെയ്താണ് ഈ വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇത് കംപ്ലീറ്റ് ആണോ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഏതെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനും നിങ്ങളുടെ വാല്യുബിൾ ഇൻഫർമേഷനും കൂടെ കമന്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ എന്തുകൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ കോളേജ് ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ ആരാണ് ശരിക്കും MBBS സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതുപോലെ MBBS അല്ലാത്ത മറ്റ് കോഴ്സുകളുടെ ഒരു സാധ്യതകളെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. പിന്നെ അടുത്ത വീഡിയോയിലെ ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് നീറ്റ് എക്സാമുമായിട്ടുള്ള ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. 2, 3, 4 വർഷമൊക്കെ ഈ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് കിട്ടാതെ പോയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇത് മേടിച്ചിട്ടേ ഉള്ളൂ, ഇല്ലെങ്കിൽ നാണക്കേടാന്നുള്ള രീതിയിലൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഈ എക്സാമുമായിട്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം അതിനെക്കുറിച്ചും എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കോച്ചിങ് സെന്ററിൽ അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഉടനെ തന്നെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ വരാം. ബൈ.